Hi, hello guys, welcome back to my YouTube channel. I am back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്സ് എക്സാം സ്റ്റഡി വ്ലോഗ് പ്ലസ് റിവ്യൂ ആണ്. അപ്പോൾ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് എക്സാമും എഴുതിയിട്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഇനി ഒരു എക്സാമും കൂടി ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കേഷനാണ്. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള എക്സാംസ് വലിയ കുഴപ്പിക്കാത്ത രീതിയിലൊക്കെ ഉള്ളതായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ സൈലത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് എക്സാമിൻ്റെ പ്ലാനിനോട് അങ്ങോട്ട് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കോൺസെപ്റ്റൊക്കെ മറന്നു പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ സൈലത്തിൻ്റെ ലൈവായിരുന്നു ഈ ഒരു 2 ദിവസവും കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ 16 ഷോ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതെനിക്കൊരു ഭയങ്കര റിഗ്രറ്റായിട്ട് കിടപ്പുണ്ട്. അതും കൂടെ കണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നു. പിന്നെ കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എനിക്ക് റിഗ്രറ്റിനേക്കാളും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു 2 ലൈവും ഏകദേശം 9 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ആ സൈലത്തിന് തന്നെ ക്രെഡിറ്റ് കൊടുക്കണം. കാരണം ഈ ലാസ്റ്റ് സമയത്ത് ഇത്രയും നന്നായി റിവൈസ് ചെയ്ത് പഠിപ്പിച്ചു തന്നതിന്. പിന്നെ എക്സാംസ് ആണെങ്കിൽ പോലും ഡിസ്ട്രാക്ഷൻ ഒരു കുറവില്ല. ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം പ്രശ്നമാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു കൂടുതൽ നേരം നോക്കിയാലും എല്ലാവരും ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും പക്ഷെ നമ്മൾ ഈ ഒരു ഡിസ്ട്രാക്ഷനൊക്കെ ഓവർകം ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ എന്തായാലും ഒരു എക്സാമേ ഉള്ളൂ. ലാസ്റ്റ് എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നല്ല മടിയായിരിക്കും. പക്ഷെ മടിച്ചുകൊണ്ടിരുന്നത് കാര്യമില്ല, കാരണം എക്സാം നമ്മുടേതാണ്. കഴിഞ്ഞ വർഷം SSLCയുടെ സമയത്ത് സോഷ്യൽ സയൻസ് ആയിരുന്നു ലാസ്റ്റ് എക്സാം. അതിൻ്റെ ടൈമിലും ഇതേപോലെ നല്ല മടിയായിരുന്നു. പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ. സോഷ്യൽ സയൻസ് ആണ് ഒത്തിരി പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കവർ ചെയ്യാൻ നല്ല പാടുപെടും. ആ സമയത്ത് റിവിഷൻ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ പോലും ലാസ്റ്റ് എക്സാം ആണെങ്കിൽ നല്ല മടിയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് പഠിക്കാം. ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും, കാരണം ഇതുവരെയുള്ള എക്സാംസ് എല്ലാം അത്യാവശ്യം നന്നായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഇംഗ്ലീഷ് എങ്ങാനും പാടായാലോ. എല്ലാ എക്സാമിനും നമ്മൾ ഈ ഒരു തോട്ട് മൈൻഡിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം അഥവാ പാടായാലും നമുക്ക് അതേ രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഈസി ആയിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയിട്ട് പാടാകുമ്പോഴാണ് നമ്മളെ അത് ഭയങ്കരമായിട്ട് തളർത്തുന്നതും നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് എന്തായാലും ലാസ്റ്റ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമുക്ക് മാത്സ് എക്സാമിൻ്റെ റിവ്യൂ നോക്കാം. എനിക്ക് മാത്സ് എക്സാം പേപ്പർ നല്ല ഈസി ആയിരുന്നു കേട്ടോ. എല്ലാവരും പറഞ്ഞ് ഭയങ്കര പാടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര പേടിച്ചാണ് ഇരുന്നത്, പാടാവും എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ എക്സാം അത്യാവശ്യം നല്ല ഈസി തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഫുൾ സംതൃപ്തി കിട്ടുന്നില്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് സെഷനിൽ എല്ലാം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കിപ്പം ഇതിലങ്ങനെ അറിയത്തില്ല. ഇതിലിപ്പം കുറച്ചൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. ഫുൾ മാർക്കൊന്നും കിട്ടില്ല. ഫുൾ മാർക്ക് കിട്ടാനുള്ള പ്രിപ്പറേഷൻ കുറച്ച് ലാക്കായിപ്പോയി. എന്തായാലും ഇനിയിപ്പോൾ ആൻസർ കീ വരുമ്പം നോക്കിയിട്ട് നോക്കണം. മാത്സിന് മാത്രം നോക്കണമെന്നുണ്ട്. ഈ വേറെ വിഷയങ്ങൾക്കൊന്നും ഞാൻ നോക്കാറില്ല. കാരണം പേടിയാണ് എനിക്ക്. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല ആൻസർ, അല്ലെങ്കിൽ എഴുതിയ പോലെ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ ടെൻഷനാണ്. അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇതിൽ 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ സി, അത് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ ആ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഈ മാത്സിലെ എക്സാമിൻ്റെ 10 hour ലൈവ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പം ആ ടൈമിൽ നോട്ടിൽ കണ്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ അത് 3ാമത്തെ ക്വസ്റ്റ്യൻ പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഇന്നലെ ഞാൻ കണ്ടില്ല. പക്ഷേ ഈ ഒരു എക്സാം പ്രിപ്പറേഷൻ നേരത്തെ എക്സാമിൻ്റെ ലൈവ് തന്നെയാണ് കണ്ടത്. ലാസ്റ്റത്തെ 10 hour ലൈവ് വരെ എടുത്ത സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, പകുതിയൊക്കെ വരെ. പിന്നെ ഞാൻ ഈ 2 ദിവസം സൈലത്തിൻ്റെ ലൈവായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് കോൺസെപ്റ്റ് ഒക്കെ മറന്നുപോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ സൈലത്തിൻ്റെ ലൈവായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യൻ അറിയാമായിരുന്നു, എഴുതിയിട്ടുണ്ട്. പിന്നെ 19ൻ്റെ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിലും ഞാൻ എവിടേക്ക് തെറ്റിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സൈനിക്സും കോസെക്സും ആയിരുന്നു നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ടാനിക്സും സീക്ക് സ്ക്വയർ എക്സ് ആണെന്ന് അറിയാം. പക്ഷേ കറക്റ്റായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ചെറിയൊരു മിസ്റ്റേക്ക് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്തായാലും 4 മാർക്ക് അതിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ ബി എനിക്ക് വലിയ പ്രതീക്ഷയില്ല, അറിഞ്ഞൂടാ. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 20ാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ 4 ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം എല്ലാം തന്നെ ആൻസർ ചെയ്തു. ചിലത് എനിക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ നല്ല ഈസി ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. കാരണം കുറേ പ്രീവിയസ് ഇയർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ഇതുണ്ടായിരുന്നു, പക്ഷെ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരുന്നു കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ മാത്സ് ആയതുകൊണ്ട് ആസ് ഓൾവേസ് ഞാൻ കാൽക്കുലേഷനിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അപ്പം ഈ പ്രാവശ്യം അങ്ങനെ വല്ലതും വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ചിലർക്ക് ഈസി ആയിരുന്നു കാണും, ചിലർ ആവറേജ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ പേരും, അതായത് ബിലോ ആവറേജ് സ്റ്റുഡൻസ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഈസി ആയിരുന്നു എക്സാം എന്നായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക.